ട്രേഡേഴ്സ് ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു 6 മണിയോളം ആയിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി തിരക്കായി ഇപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഓഫ്ലൈൻ ആണെങ്കിലും ഈ മാർക്കറ്റ് ട്രേഡ് എടുത്തൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ജസ്റ്റ് ഒരു 3000 അടുപ്പിച്ച് 3000 ഞാൻ ടാർഗറ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു ജസ്റ്റ് ഒരു 3 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മളുടെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ടാർഗറ്റ് കൊടുക്കും, ഞാൻ വെളിയിലായിരുന്നു, അപ്പോൾ ഞാൻ മൊബൈലിലായിരുന്നു ട്രേഡ് എടുത്തത്. അപ്പോൾ ഞാൻ ടാർഗറ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ടാർഗറ്റ് പോർഷൻ എത്തിയിട്ട് മാർക്കറ്റ് തിരികെയായിരുന്നു. വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രേഡായിരുന്നു. മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡ് പോവുമായിരുന്നു. ഒരു നല്ലൊരു പ്രൈസ് ആക്ഷൻ തന്നെ, ഹയർ ഹൈ ഫോം ചെയ്ത് മാർക്കറ്റ് മേളിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാനൊരു ഡിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഡിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 12 മണിക്ക് ശേഷം 12ൻ്റെ ക്യാൻഡിൽ 12 ഈ ഒരു ക്യാൻഡിൽ ഇവിടെ വന്ന് ഒരു അപ്സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ഡിപ്പ് എടുത്തു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ പ്യുവർ പ്രൈസ് ആക്ഷനാണ്. ഹയർ ഹൈ ഫോം ചെയ്ത് മാർക്കറ്റ് മേളിലേക്ക് പോകുന്നു. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു മാർക്കറ്റ് ഒരു ഡിപ്പ് എടുക്കാൻ വേണ്ടി. മാർക്കറ്റ് ഡിപ്പ് എടുത്തതിന് ശേഷം ഇവിടെ ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തു. ഇതിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഈ ഒരു പോർഷനിൽ എവിടെയാണ് എൻട്രി എടുത്തതെന്ന് തോന്നുന്നു. ഹൈയെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും നമ്മൾ സാധാ വയ്ക്കുന്ന പോലത്തെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസുമാണ് പ്ലേസ് ചെയ്ത്. അങ്ങനെ ഓവറോൾ ജസ്റ്റ് നമുക്ക് ടാർഗറ്റ് പ്ലേസ് ചെയ്യാൻ പോലും ഞാൻ മൊബൈലിൽ എടുത്തുകൊണ്ട് ഞാൻ പുറത്തായിരുന്നു. അതാണ് എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനെങ്കിൽ ഓഫ്ലൈനായിട്ട് അങ്ങനെ സാധാരണ ഓഫ്ലൈൻ അങ്ങനെ ഇടൽ കുറവാണ്. കാരണം ആ ഒരു ലൈവ് ട്രേഡ് എടുക്കുമ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും അത് നമ്മൾ ഒന്ന് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്കും കൂടെ കുറച്ച് യൂസ്ഫുൾ ആയുള്ളൊരു കാര്യം. അപ്പം എനിവേസ് ഇതായിരുന്നു ഇന്നത്തെ ഈ ഒരു ട്രേഡ്. വളരെ സിമ്പിളായിരുന്നു, പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു പ്രൈസ് ആക്ഷൻ, എനിക്ക് പ്രൈസ് ആക്ഷനെ പറ്റിയും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും വളരെ ബിഗിനേഴ്സായിട്ട് നമ്മുടെ കൂടെ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യണമെന്നും അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് വീഡിയോ ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് പോസ്റ്റിൽ. ആ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഒരു കുറച്ച് പേര് നമ്മളൊരു എഫേർട്ട് ഇട്ട് നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്ത് ഇത് ചെയ്യുന്നത് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവട്ടെ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഒരു മിനിമം ഒരു 10 പേര് നമുക്ക് താല്പര്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം. ഇനി അതല്ല ലൈവ് വീഡിയോസാണ് ഓക്കെ എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. എങ്ങനെയുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നും കൂടെ ഒന്ന് നോക്കുക. ഞാൻ കമൻസിലൂടെ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം വെറുതെ ഈ കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നതുകൊണ്ട് അത് എൻ്റെ ട്രേഡിംഗ് കരിയറിനെ തന്നെ അത് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ആ കമൻറ്റ് സെക്ഷൻ ഓഫാക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാനോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യാവുന്നതാണ്, സംസാരിക്കാവുന്നതാണ്. ഒരുപാട് പേരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. സോ ഒരുപാട് പേര് നമ്മൾ ഈ നെഗറ്റീവ് കമൻസ് കണ്ടിട്ട് അത്രയും നമ്മൾ ഡീമോട്ടിവേറ്റ് ആയിട്ടാണ് ഞാൻ കുറേ നാൾ പിന്നെ ഞാൻ വീഡിയോസ് നിർത്തിവെച്ചത്. പിന്നെ ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് അയച്ച് ചേട്ടാ എന്താ വീഡിയോ ഇടാത്തത്, നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ നെഗറ്റീവ് പറയുന്നവരോട് പറയട്ടെ, കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ട്രേഡ് എടുക്കണം, ട്രേഡിങ്ങിലെ സൈക്കോളജി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പോഴാണ് നമുക്ക് ഇന്നലെ വന്ന കമൻറ്റുകൾ നമ്മളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങുന്നതും അങ്ങനെയുള്ള സൈക്കോളജി നമ്മളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതാണ് ബേസിക്കലി ഞാൻ കമൻറ്റ് ഓഫാക്കി വെച്ചേക്കണം. അല്ലൊരു വലിയൊരു ഷോ ഓഫ് കൊണ്ടൊന്നുമല്ല, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് നിന്ന് നമ്മൾ എല്ലാവരും നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ നമ്മളുടെ കൂടെ വന്നിരിക്കുന്ന ഒരു 10, 400, 500 പേര് നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി യൂസ്ഫുൾ ആവണം, അവർക്കും ഒരു ട്രേഡ് എടുക്കാൻ പറ്റണം. അവർക്കൊരു വലിയതൊന്നുമല്ല, ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ ഏൺ ചെയ്യാൻ ഡെയിലി അവർക്കും ഒരു സൈഡ് ബിസിനസ് പോലെ ഇതിനെ കൊണ്ടുപോകാൻ പറ്റണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു പ്ലാനും. അതിനായിരുന്നു ഞാൻ ഈ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. സോ പറഞ്ഞെന്നുള്ളൂ, ഏകദേശം നമ്മളൊരു 3000+ അല്ലെങ്കിൽ ഒരു 3000 അടുപ്പിച്ചുള്ള ഒരു പ്രോഫിറ്റാണ് ഇന്നത്തെ ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. എനിവേസ് ഇതായിരുന്നു ഇന്നത്തെ ട്രേഡിൽ ലോജിക്ക്. താങ്ക് യു.